ഹലോ, ഇന്നൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 10 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 5 കഷ്ണം ചുവന്നുള്ളി, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും, പിന്നെ 6 ഉണക്കമുളകും, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. അത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ബീഫിലേക്ക് കുറച്ച് ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടില്ലേ, അത് ചൂടാറിയിട്ടുണ്ട്. അത് അരച്ച് ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മസാലക്കൂട്ട് അരച്ചെടുത്ത ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അതും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റിച്ച് വരട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്കോ ഉരുളിയിലേക്കോ ബീഫ് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉരുളിയിലേക്കാണ് മാറ്റിയേക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ബീഫ് വേവിച്ചപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി വരും കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കരുത് കേട്ടോ. തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീണിട്ട് ഇത് വറ്റാൻ ടൈം എടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അത് ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കൂട്ടുകൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, 5 കഷ്ണം ചുവന്നുള്ളിയും, 4 കഷ്ണം വെളുത്തുള്ളിയും കൂടെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ വഴറ്റിയെടുത്ത കൂട്ട് നമുക്ക് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ ഇളക്കി യോജിപ്പിക്കാനായിട്ട്. അപ്പോൾ അതാ ബീഫ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിത് ലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ബീഫ് വരട്ടിയതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞങ്ങളുടെ അങ്കമാലി സൈഡിലെ മെയിൻ ഐറ്റമാണ് കേട്ടോ ബീഫ് വരട്ടിയത്. തേങ്ങ കൊത്തിട്ടും അല്ലാതെയൊക്കെ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ബീഫ് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെ കറി ഉണ്ടായാലും തനി നാടൻ ബീഫ് വരട്ടിയതിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.